നാളുകളായി എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയ വീഡിയോകളിലൊന്നാണ് കേട്ടോ ഇതും. 2025 ഫെബ്രുവരിയിലെ ഒരു ശനിയാഴ്ച നടന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന്, എല്ലാവരുടെ എന്ന് പറയുമ്പോൾ ഞാൻ, മോൻ, പിന്നെ എൻ്റെ നാത്തൂനും മോനും കൂടെ ഒരു കുഞ്ഞൊരു ട്രിപ്പിന് പോയതാണ് കേട്ടോ. വേറെങ്ങുമല്ല, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഹാപ്പി ലാൻഡിലാണ് പോയത്. വെമ്പായത്താണ് ഹാപ്പി ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞു വണ്ടർലായുടെ ഒരു കാൽഭാഗം പോലും വരത്തില്ല, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ ഇതൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ട് നമുക്ക് ഒരു ക്ലോക്ക് റൂം കാണും. അവിടെ നമുക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് നമുക്ക് ഇടേണ്ട ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആദ്യം പോയത് പൂളിലേക്കാണ് കേട്ടോ. പൂളൊന്നും അപ്പോൾ ഓപ്പൺ ആക്കിയില്ലായിരുന്നു, കുറച്ച് സമയം എടുക്കുമെന്ന് അവർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഫോൺ എടുക്കാതെയാണ് പോയത്. പിന്നെ നേരെ ചെന്നപ്പോഴത്തേക്കും പാർക്ക് ഓപ്പൺ ആയിരുന്നു, കൊച്ചുങ്ങളുടെ പാർക്ക്. അപ്പോൾ നമുക്ക് അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുട്ടികളെയും കൊണ്ട് കയറി. നമ്മളാണ് ആദ്യം വന്നതെന്ന് തോന്നി, ആരും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അമ്പാടിയെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഹാപ്പി ആയിട്ട് കണ്ടത് കേട്ടോ. അവന് പാർക്കിലൊക്കെ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കയറാനായിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാത്തിലും അവൻ മുന്നേ കയറാനായിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു സംഭവത്തിൽ കയറിയപ്പോഴത്തേക്കും ഇഹാന് പേടിയായി. സാധാരണ ഇഹാൻ അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല, എന്നാലും ഇതിനകത്ത് കയറിയപ്പോൾ എന്തോ ഒരു പേടി തോന്നി. പക്ഷെ അവൻ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഉള്ളിൽ പേടിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും മുഖഭാവമൊക്കെ കണ്ടിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇഹാൻ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഇഹാൻ ഇറങ്ങി, പിന്നെ അവനും ഇറങ്ങി. പിന്നെ അവിടെയുള്ള കുഞ്ഞു ഇതുപോലെയുള്ള റൈഡിലൊക്കെ അവർ കയറിയവർ നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ ഈ ഒരു സംഭവത്തിൽ കയറാൻ നേരത്തെ അവന് പേടിയായി കേട്ടോ. ആദ്യം ഒന്ന് ചവിട്ടി കയറാൻ നോക്കി, രണ്ടാമതൊന്ന് ചവിട്ടിയപ്പോഴത്തേക്കും അതിരുന്ന് കുലുങ്ങിയപ്പോഴത്തേക്ക് ആൾക്ക് പേടിയായി. പിന്നെ പതുക്കെ നൈസിനെ ഇറങ്ങി. പിന്നെ അവൻ ഇഹാൻ്റെ പിറകെ പോയി. ഇഹാൻ കയറുന്നതിലൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി. പക്ഷേ അവന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലും ഒരു പേടി തോന്നി. ആ ഒരു കറങ്ങി നിറങ്ങി വരുന്ന സംഭവത്തിൽ കയറിയപ്പോഴത്തേക്കും അവന് കയറണോ തിരിച്ചു പോകണോ ഇറങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിപ്പോയി. മാക്സിമം നമ്മൾ രണ്ടുപേരൂടെ പറഞ്ഞു നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. അവൻ തിരിച്ചു പോകുന്നതല്ലാതെ തിരിച്ചിറങ്ങാനും പറ്റത്തില്ല, കയറിയ വഴി തിരിച്ചിറങ്ങാനും പാട്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അവിടെ കിടന്ന് വട്ടം തിരിയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഇഹാൻ ഒന്നുകൂടെ ഇരുന്ന് അതുപോലെ ചെയ്ത് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെ അവന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി വന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇഹാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തു, ഇതുപോലെ വന്നാൽ മതി. കാരണം നമ്മളും പറഞ്ഞു ഇതുപോലെ ചെയ്താൽ മതി, പതുക്കെ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശാൻ ഇങ്ങനെ ഇറങ്ങിയത്. അങ്ങനെ അവിടെ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി. അത് ഇതാണ് നമ്മുടെ ആ ഒരു ബോട്ടില്ലേ, അതിന് പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ആ സംഭവത്തിൽ കയറി. അമ്പാടി ഇങ്ങനെ ആകെ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. മുകളിലോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഇനി മോളിൽ പോയിട്ട് താഴെ വരാനാണോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പതുക്കെ അത് ആടാൻ തുടങ്ങി. അങ്ങനെ അതിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു റൈഡിൽ കയറി. അയ്യോ ദൈവമേ, ഇത് ഓർക്കാൻ പോലും വയ്യ. മുൻപ് ഞാൻ വണ്ടർലായിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലൊരു സംഭവത്തിൽ കയറിയായിരുന്നു കേട്ടോ. അന്ന് പക്ഷേ ഇത്രയും ഒരു ഭീകരാവസ്ഥ ഇല്ലായിരുന്നു അതിൽ കയറിയപ്പോഴത്തേക്ക്. ഇതിൽ കയറിയിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തി കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. അതിൽ കയറുന്നതിന് മുമ്പേ അമ്പാടിയുടെ മുഖം കണ്ടു, അങ്ങനെയായിരുന്നു. ഇറങ്ങിയപ്പോഴത്തേക്ക് ഛർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലം തപ്പി പോയി. പിന്നെ അവിടെ വേറെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു സ്ഥലത്തിരുന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും നമുക്ക് ഇതുപോലുള്ള വലിയ റൈഡിലൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല, കാരണം കൊച്ചുങ്ങളുമായിട്ടല്ലേ വന്നത്. അല്ലാതെ നമ്മളെല്ലാവരും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ കൊച്ചുങ്ങളെ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നമുക്കിതുപോലെയൊക്കെ കയറാം. എന്നാലും എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയായി കേട്ടോ. വെള്ളം എനിക്ക് പൊതുവെ പേടിയാണ് കേട്ടോ. കുളിക്കുന്നത് അലർജിയല്ല, അല്ലാതെ വെള്ളത്തിൽ വീഴുന്നതും ഒക്കെ എനിക്ക് പേടിയാണ്. പക്ഷേ ഇത് കുഴപ്പമില്ല, ഇങ്ങനെ നിരങ്ങിയൊക്കെ പോകും. പക്ഷേ ഏതെങ്കിലും പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് വീഴുന്ന സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് പേടിയാണേ. അപ്പോൾ പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഇതൊരു 3D എന്തോ സംഭവമാണ് കേട്ടോ.
അതെന്താ സംഭവം എന്നുള്ളത് ഇപ്പം ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് കയറി, ഇതും നല്ല രസമുണ്ടായിരുന്നു. ഇത് ഗ്ലാസ് ആണ് ഫുള്ള്, നമ്മൾ പോകുന്നിടത്തൊക്കെ എന്തോ അതൊരു വെറൈറ്റി സംഭവമായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പൂളിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ഞാൻ ചോറാണ് കഴിച്ചത്. അമ്പാടി ഒരു പ്ലേറ്റ് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് അതുപോലെ തന്നെ വെച്ച്, പിന്നെ ബാക്കി നമ്മൾ കഴിക്കേണ്ട അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് പൂളിലേക്കാണല്ലോ ഇനി അടുത്ത യാത്ര. അതുകൊണ്ട് ഫോണൊക്കെ കൊണ്ട് ക്ലോക്ക് റൂമിൽ ഇരിക്കാനായിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫോണൊക്കെ കൊണ്ട് വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. പൂളിലൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ദേ ഈ ഓട്ടം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഒരു ദിവസം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എല്ലാത്തിലും കയറി ഇറങ്ങി നമുക്ക് ആസ്വദിച്ച് മടങ്ങാം. നമ്മൾ ഒരിക്കലും വണ്ടർല മനസ്സ് വെച്ചിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ഉള്ളത് നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.